ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജ്യൂസ് വേൾഡ്. അപ്പം ഞാൻ ഇന്നൊരു റെസിപ്പി ആയിട്ട് വന്നിരുന്നത് സുഖിനുണ്ട എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാമല്ലോ. പച്ചപ്പയർ ഒരു ബോൾ എടുക്കാം. നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര ആൾക്ക് ഉണ്ടാക്കുന്നതാണ്. അത് കുറേ വന്നിട്ട് നമുക്ക് കുറച്ച് അധികം ഓടും. എന്നിട്ട് അതിലേക്ക് വേണ്ടത്ര വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂട ഒരു 4-5 വിസിൽ വരുത്തിക്കാം. നമ്മൾ തലേ ദിവസം പച്ചപ്പയർ വെക്കുന്നില്ലേ വെള്ളത്തിലിട്ടിട്ട്, അന്നെങ്കിലും ഒരു 2 വിസിൽ എടുത്താൽ മതി. ഇപ്പം നമ്മൾ വെള്ളത്തിലൊന്നും ഇട്ടിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് വെല്ലം, തേങ്ങ, ഉപ്പ്. അപ്പോൾ നമ്മൾ പച്ചപ്പയറല്ല നല്ല മീഡിയം സൈസിലാണ് വേവിച്ചിട്ട് എടുക്കേണ്ടത്. ഓവർ വേവിക്കാൻ പാടില്ല, മീഡിയം സൈസ് ഓവർ വേവിക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ഇത് അത് നന്നായി വെന്ത് നമ്മൊരു പാനിലേക്ക് ഇടുക. വെള്ളം നല്ല ഊറണം കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആയതുകൊണ്ട് ഊറിയിട്ട് അരപ്പയിൽ വെതിയിട്ട് വെച്ചതാണ്. അതിലേക്ക് നമുക്ക് വെല്ലം ഇട്ട് കൊടുക്കാം. നമുക്ക് വെല്ലം ഇട്ട് കൊടുക്കാം, തേരി തേങ്ങ ഇട്ട് കൊടുക്കാം. അത് നന്നായി മിക്സാക്കുക, രണ്ടും നന്നായി യോജിപ്പിക്കുക. എല്ലാം മൂന്നിട്ട് നല്ല ഇതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പിടാൻ വിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഉപ്പിട്ട് നന്നായി മിക്സാക്കുക. നന്നായിട്ട് എല്ലാം മിക്സ് മീൻസ് നമ്മൾ വെല്ലം ഉരുകോളം നന്നായി ഇതാക്കാം. വെള്ളം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് അടിക്കാൻ കിട്ടും, അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് റെഡിയായി. ബാറ്റർ നമുക്ക് ഉണ്ടാക്കാം. മൈദ, പിന്നെ അരിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. അപ്പോൾ അരിപ്പൊടി ഇല്ലാത്ത ആൾക്ക് വീട്ടിലില്ലെങ്കിൽ ഓപ്ഷനിലുള്ളതാണ്. ഇല്ലെങ്കിൽ കോൺഫ്ലവർ യൂസ് ആക്കുക. കോൺഫ്ലവറിനാട്ടി ബെറ്റർ അരിപ്പൊടിയാണ്, ടേസ്റ്റ് കൂടും. അങ്ങനെ നമുക്ക് നമ്മളെ പച്ചപ്പയറിൻ്റെ അത് റെഡിയായി. ബാറ്റർ നന്നായി കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് നന്നായി നമുക്ക് മിക്സാക്കുക. അത് കട്ട കെട്ടാത്ത പോലെ തന്നെ നന്നായി കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് നല്ല തിക്ക് നല്ല നമുക്ക് ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ രൂപമാണ്, അതായത് ഈ തിക്ക് വേണം. ഈ തിക്നെസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കും. നമുക്ക് ബോൾസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാക്കി വെച്ച് ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിലില്ലേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ആക്കി അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ബോൾസ് ഉണ്ടാക്കിയിട്ട് വെച്ച് ഞാൻ. അത് നമ്മൾ ബോൾസ് നമ്മൾ ഏത് രൂപം നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം, വലുത് വേണമെങ്കിൽ വലുതുണ്ടാക്കാം. നിങ്ങളെ ഇതുപോലെ ഉണ്ടാവും. അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ല ചൂടാണോ, നല്ല ചൂടായ ശേഷം നല്ല തിളച്ചിട്ടുള്ള എണ്ണക്കാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ നല്ല ക്രിസ്പി പോലെ ആവും പുറത്ത്. അപ്പോൾ ഉള്ളു നല്ലോണം വേണം. ഉള്ളു നമ്മൾ ഓൾറെഡി വെന്തതാണ്, എന്നാൽ നമ്മൾ പച്ചപ്പയർ വെന്ത് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ബാറ്ററിലേക്ക് മുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക, എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക. നന്നായി പിടിച്ചിട്ടായിട്ട് അതിലേക്ക് നന്നായി ഇട്ട് കൊടുക്കുക. ഇന്നത്തെ നോമ്പ് തുറന്ന് എൻ്റെ സ്പെഷ്യൽ വേറൊന്നുമില്ല, ഇതാക്കി ഞാൻ ഇന്ന് സ്പെഷ്യൽ. അങ്ങനെ ഓരോന്ന് ബോൾസ് ആക്കിയിട്ട് വെക്കുക. അങ്ങനെ നല്ല തിളക്കുന്നതിന് കുറച്ച് ചെറുതാക്കണം, തീ ചെറുതാക്കിയ ശേഷം നമുക്ക് ഓരോരോ ബോൾസ് ബാറ്ററിലേക്ക് മുക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി കുറച്ച് അടി വെന്ത ശേഷം നമുക്ക് വീണ്ടും ഇങ്ങനെ മറിച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല യെല്ലോ കളറോ ഒരു ബ്രൗൺ കളർ പോലെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് നമുക്ക് തിരിച്ച് കൊടുക്കാം, മറിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായി റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇത് റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് റെഡിയായി, നല്ല മൊരിഞ്ഞ നല്ല സുഖിനുണ്ട് റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, സീ യു.